നമസ്കാരം. പള്ളിക്കൂടം ആരുടെ സംഭാവനയാണ് എന്ന ചർച്ച ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണല്ലോ. ബുദ്ധ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളായ പള്ളികളും അങ്ങാടികളും കൊണ്ട് പ്രസിദ്ധമായിരുന്ന കേരളം, പിന്നീട് ക്രിസ്ത്യാനികളുടെ പള്ളികളും പള്ളിക്കൂടങ്ങളും വഴിയുണ്ടാക്കിയ വിദ്യാഭ്യാസ സാമൂഹിക മാറ്റങ്ങൾ, കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ വഹിച്ച പങ്കെന്താണ് എന്ന ചർച്ച സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പള്ളികളും പള്ളിക്കൂടങ്ങളും ചർച്ചാ വിഷയമാകുന്നതിൽ അസ്വാഭാവികമായി യാതൊന്നും തന്നെയില്ല. കേരള സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ പ്രാചീന ജാതി സമൂഹത്തിൽ നിന്നും ആധുനികവൽക്കരണത്തിലേക്കും വിദ്യാഭ്യാസ സാംസ്കാരിക വളർച്ചയിലേക്കുമുള്ള മാറ്റത്തിൽ ക്രിസ്ത്യാനികൾ നൽകിയ സംഭാവന എന്തായിരുന്നു എന്ന വിഷയം ഇന്ന് ക്രൈസ്തവർ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് ആശാവഹമാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഈ മാറ്റങ്ങളുടെ അവകാശികളും. സമൂഹത്തിലെ ഇതര സമുദായങ്ങളും നിരവധി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൽ വിവിധ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. മാപ്പിളമാരുടെ രംഗപ്രവേശം, പുത്തൻ അവകാശവാദങ്ങളുമായി ചിലരെല്ലാം രംഗത്ത് വരികയും അവരുടെ അവകാശവാദങ്ങൾ മറ്റു പലരെയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കടം കൊണ്ടതൊക്കെയും കണ്ടുപിടുത്തങ്ങളാക്കി ആർക്കും പുതിയ ചരിത്രം നിർമ്മിച്ചെടുക്കാനാകില്ല. ഇന്നലകളിൽ നിന്നും ഉൾക്കണ്ടവയെ ഉപയോഗിച്ച് കാലഘട്ടത്തെ മാറ്റിയെഴുതാൻ ഒരു സമൂഹമോ സമുദായമോ എങ്ങനെ പരിശ്രമിക്കുന്നു എന്നതാണ് പ്രസക്തമായ കാര്യം. ചില ഉദാഹരണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കാം. ക്രിസ്ത്യാനികൾക്ക് മാപ്പിളമാർ എന്ന ഒരു സ്ഥാനപ്പേരുണ്ടായിരുന്നു എന്നത് ഇപ്പോൾ ആരും തന്നെ ഓർക്കുന്നുണ്ടാവില്ല. 8-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ജാതി ശ്രേണിയിൽ നമ്പൂതിരിമാർ കഴിഞ്ഞാൽ പിള്ളമാർ അഥവാ നായന്മാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അവരെക്കാൾ സ്ഥാനക്രമത്തിൽ തങ്ങൾ ഒരുപടി മുന്നിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ മഹാപിള്ളമാർ എന്നുപോലും വിളിച്ചിരുന്നു. അതിന് കാരണം അന്നത്തെ കേരളത്തിൽ വൈശ്യജാതിയിൽപ്പെട്ട സമുദായം ഇല്ലാതിരുന്നതും വൈശ്യജാതിയുടെ തൊഴിലായ കച്ചവടം AD ആദ്യ നൂറ്റാണ്ട് മുതൽ യഹൂദരും പിന്നെ യഹൂദ ക്രിസ്ത്യാനികളായ സുറിയാനി ക്രിസ്ത്യാനികളുമായിരുന്നു ചെയ്തു വന്നിരുന്നത് എന്നതാണ്. മഹാപിള്ള ലോപിച്ചാണ് മാപ്പിളയായത്. ഇവിടുത്തെ പ്രബല ജാതി സമൂഹം അത് അംഗീകരിച്ചു കൊടുത്തിരുന്നോ എന്നത് പഠനാർഹമായ ഒരു ചോദ്യം തന്നെയാണ്. ഇതിലെ വാസ്തവം എന്തു തന്നെയായിരുന്നാലും സുറിയാനി ക്രിസ്ത്യാനികളും നായന്മാരുമായി സാമൂഹ്യമായ ഒരു അന്തർധാര ഉണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. സഹകരണത്തിൻ്റേതും മത്സരത്തിൻ്റേതുമായ ഒരു അന്തരീക്ഷം ആധുനിക കേരളത്തിൽ പോലും അവർക്കിടയിൽ നിലനിന്നിരുന്നു എന്നത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാവും. P. ബാലകൃഷ്ണൻ രചിച്ച പ്രാചീന കേരളത്തിൻ്റെ ജാതി ചരിത്രത്തിലും ഇക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് സമാനമായി കൊച്ചിയിലും അതിന് തെക്കും ക്രിസ്ത്യാനികളായ മാപ്പിളമാർ ചെയ്തിരുന്ന തൊഴിലും സാമൂഹിക ഉത്തരവാദിത്തങ്ങളുമാണ് കോഴിക്കോടിന് വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ അറബികളും അവരുടെ പിന്തുടർച്ചക്കാരായി വളർന്നു വന്ന മുസ്ലിങ്ങളും നിർവഹിച്ചിരുന്നത്. എന്നാൽ മലബാറിലെ മുസ്ലിങ്ങൾ മാപ്പിളമാരായത് കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ മാത്രമാണ്. മലബാർ കലാപകാലത്ത് പോലും ആ സമുദായത്തിൽപ്പെട്ടവരെ നാട്ടുകാർ വിളിച്ചിരുന്ന പേരുകൾ വ്യത്യസ്തമായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ബോധ്യമാകും. വള്ളത്തോളിൻ്റെ ദുരവസ്ഥയിലും ഇത് പ്രകടമായി കാണാം. 19-20 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ വരുത്തിയ മാറ്റങ്ങളും അവരുടെ വളർച്ചയും മനസ്സിലാക്കിയ മുസ്ലിം സമൂഹം മാപ്പിളമാർ എന്ന സ്ഥാനപ്പേര് സ്വയം സ്വീകരിക്കുക മാത്രമല്ല, കച്ചവടത്തിലും കൃഷിയിലും അടുത്ത കാലത്തായി വിദ്യാഭ്യാസത്തിലും സമുദായത്തിൻ്റെ കെട്ടുറപ്പിലും സംഘടിതമായ വളർച്ചയിലുമെല്ലാം ക്രിസ്ത്യാനികളോട് കിടപിടിക്കത്തക്ക വിധവും കേരളത്തിലെ മറ്റേത് സമുദായത്തെക്കാളും ശക്തമായി വളർന്നു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ആ സമുദായത്തെയും അതിൻ്റെ നേതാക്കളെയും അഭിനന്ദിക്കുക തന്നെ വേണം. മാപ്പിള എന്ന പേര് മാത്രമല്ല, എല്ലാ രീതിയിലും കേരളത്തിലെ മഹാപിള്ളമാർ എന്ന സ്ഥാനം സ്വന്തമാക്കാൻ ആ സമുദായം പ്രാപ്തമായി കഴിഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചു വന്ന പള്ളിയും ഇപ്പോൾ പള്ളിക്കൂടവും അവർ സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ അവരെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. സാമുദായികമായ കൊടുക്കൽ വാങ്ങലുകൾ സ്വാഗതം ചെയ്യപ്പെടണം. ഇതര മതങ്ങളിലും ചുറ്റുപാടുമുള്ള സമുദായങ്ങളിലും ശ്രേഷ്ഠമായി കരുതാവുന്നവയെ സാംശീകരിക്കുന്നത് തെറ്റാണോ? തെറ്റാണെന്ന് വാദിക്കുന്നവരും അങ്ങനെയല്ല എന്ന് കരുതുന്നവരും ഇസ്ലാമിലുണ്ട്. പ്രവാചകൻ്റെ കാലം മുതൽ ഇക്കാര്യത്തിൽ ഇസ്ലാമിനുള്ളിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. വേദഗ്രന്ഥം മുതൽ സുന്നത്തും വാങ്കുവിളിയും കോഷോർ എന്ന് യഹൂദർ വിളിക്കുന്ന ഹലാലും നോമ്പും ഉപവാസവും നമസ്കാരവും തുടങ്ങി യഹൂദരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കടം കൊണ്ടതും സാംശീകരിച്ചതുമായ അനേകം ഘടകങ്ങൾ ഇസ്ലാമിക ആചാരങ്ങളിലും ജീവിത രീതിയിലുമുണ്ട്. ഇസ്ലാമിൽ മാത്രമല്ല, ഏത് മതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വികാസ പരിണാമങ്ങളുടെ ചരിത്രം പഠിച്ചാൽ ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുള്ളതായി കാണാം. ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തു ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും യഹൂദ, ഗ്രീക്ക്, റോമൻ, പേർഷ്യൻ സംസ്കാരങ്ങളുടെയും തുടർന്ന് അത് വളർന്നു വന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള സംസ്കാരങ്ങളുടെയും ആഴത്തിലുള്ള സ്വാധീനമുള്ളതായി കാണാം. അതാണ് ക്രിസ്തുമതത്തെ സാർവത്രികമാ അഥവാ
കാത്തോലികമാക്കുന്ന ഒരു ഘടകം. മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ കാലം മുതൽ അത് പുലർത്തി വരുന്ന സാർവജനീനതയാണ്. അതായത് ജനത്തിൻ്റെയും ഒരുപോലെ കാണാനും അംഗീകരിക്കാനുമുള്ള അതിൻ്റെ നിലപാടാണ്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒറിജിനാലിറ്റി. കാന്തപുരം വേറിട്ടു നിൽക്കുന്നു. ഇസ്ലാമിലും മുഹമ്മദ് നബിയുടെ പ്രവാചക ചര്യയ്ക്കു മുൻപുള്ളതും അറബികളുടെയും വിശിഷ്യ ഖുറേഷി ഗോത്രത്തിൻ്റെയും ഗോത്ര പാരമ്പര്യങ്ങളുടെ ഭാഗമായ പല ഘടകങ്ങളുണ്ട്. അവ യഥാർത്ഥത്തിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യ സങ്കല്പത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, മറ്റ് ഗോത്രങ്ങളുടെയും ജനതകളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനായി അവരെ കൊല്ലാം, ഭയപ്പെടുത്താം, കൊള്ള ചെയ്യാം, അവരുടെ മേൽ ചതി പ്രയോഗിക്കാം, കള്ളം പറയാം, സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കാം, അവരെ ചന്തയിൽ വിൽക്കാം, ഇഷ്ടം പോലെ ഉപയോഗിക്കാം തുടങ്ങി യവ പുരാതന അറേബ്യയിലെ ഗോത്രാചാരങ്ങളാണ്. അവ യഥാർത്ഥത്തിൽ പ്രബോധനങ്ങളിലൂടെയും സാമൂഹ്യ നവോത്ഥാന നവീകരണ പരിശ്രമങ്ങളിലൂടെയും പരിഷ്കരിക്കുകയും പിന്തള്ളുകയും ചെയ്യപ്പെടേണ്ടവയാണ്. എന്നാൽ കടുത്ത യാഥാസ്ഥിതികരായ ഒരു പറ്റം മതപണ്ഡിതന്മാർ എക്കാലവും അത്തരം പരിഷ്കരണ നവീകരണ ശ്രമങ്ങളെയെല്ലാം കഠിനമായും തീവ്രമായും എതിർത്തു വരുന്നതും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം ഗോത്രാചാരങ്ങൾ മാറ്റപ്പെടേണ്ടവയല്ല. പിന്നെയോ എക്കാലത്തേക്കുമായി അല്ലാഹു തൻ്റെ പ്രവാചകനും അനുയായികൾക്കും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളുമാണ് എന്ന ഇസ്ലാമിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അത്തരം പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. ആധുനിക സലാഫിയ പ്രസ്ഥാനവും വഹാബിസവും മുതൽ കേരളത്തിൽ ആഴത്തിൽ വേരുള്ള മുജാഹിദ് പ്രസ്ഥാനം വരെ അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരാണ്. ഇത്തരം തീവ്ര നിലപാടുകൾക്കിടയിൽ സുന്നി മുസ്ലിങ്ങളുടെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ ആദരണീയ നേതാക്കളിൽ ഒരാളായ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ളവർ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിക്കായി നടത്തുന്ന ഏതു പ്രവർത്തനവും അംഗീകരിക്കപ്പെടുക തന്നെ വേണം. കൊടുക്കൽ വാങ്ങലുകൾ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കും. വിവിധ സമുദായങ്ങൾ സഹവസിക്കുന്ന സമൂഹങ്ങളിൽ അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ സ്വാഭാവികമായും ആരോഗ്യപരമാണ്. പ്രവാചകനും സ്വഹാബികളും പൂർവ്വ വേദങ്ങളിൽ നിന്നും അവയിൽ പറഞ്ഞിട്ടുള്ളവയെപ്പറ്റി കേട്ടറിഞ്ഞതിൽ നിന്നും സാംശീകരിച്ചതും എഴുതി വെച്ചതുമായ അനേകം കാര്യങ്ങൾ ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥങ്ങളിലുണ്ട്. ഇങ്ങനെ ഒരു വലിയ നീണ്ട ഒരു പോസ്റ്റാണ് ഒരു കാത്തോലിക് പുരോഹിതനിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എന്നാണ്. ഇദ്ദേഹം കാത്തോലിക്ക ബിഷപ്പ് കൗൺസിലിൻ്റെയൊക്കെ ഔദ്യോഗിക വക്താവായിട്ടിരുന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കെതിരെയും ഇദ്ദേഹം ഇതിനു മുമ്പും പലതവണ വിമർശിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ആ ഒരു മാറ്റം തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് ആദ്യം അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഈ വർഗീസ് വള്ളിക്കാട്ട്. ഈ ഒരു പോസ്റ്റിലും അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തതാണ്. ഇതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ അക്കമിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ കാലാകാലങ്ങളായി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ മതവും ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ട്. സംസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ആരോഗ്യപരമാണോ എന്ന് ചിന്തിക്കണം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പോകുന്നത്. യഥാർത്ഥത്തിൽ മാപ്പിളമാർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഒരു കാലത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയാണെന്നും പിന്നീട് അതിലെ നല്ല കാര്യങ്ങൾ അടക്കമുള്ള സംഗതികൾ മുസ്ലിങ്ങൾ അടിച്ചു മാറ്റിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കിൽ സാംശീകരിച്ചപ്പോൾ അത് ആ മാപ്പിളമാർ എന്നതുപോലും അവർ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതായത് പിള്ളമാർ, സമൂഹത്തിലെ ഉയർന്ന സ്ഥാനത്ത് നിന്നിരുന്ന പിള്ളമാർ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് മഹാ പിള്ളമാർ എന്നത് ലോപിച്ചാണ് മാപ്പിള ആയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം ചരിത്ര വസ്തുതയുണ്ട്, സത്യമുണ്ട് എന്നൊക്കെ ഇനി പരിശോധിക്കേണ്ട കാര്യമുണ്ട്. എന്തായാലും എൻ്റെ വാക്കുകളല്ല ഞാൻ വായിച്ചത്, ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എന്ന വ്യക്തിയാണ്. അക്കൂട്ടത്തിൽ പള്ളിയും പള്ളിക്കൂടവും ഇത് എപ്പോഴും ക്രിസ്ത്യാനിയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ പള്ളിക്കൂടങ്ങൾ തുടങ്ങി വെച്ചതും പള്ളിക്കൂടങ്ങൾ വഴി കേരള സമൂഹത്തിനെ നവോത്ഥാനത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് മുസ്ലിം ലീഗും സമസ്തയൊക്കെ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഈ വർഗീസ് വള്ളിക്കാട്ടിൻ്റെ ഈ പോസ്റ്റിനെ വിലയിരുത്താൻ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.